കടൽ നോക്കി നിൽക്കുമ്പോ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാവും നമ്മുടെ മനസ്സും അതുപോലെയാണെന്ന്. പുറമേ കാണുന്ന ആ ശാന്തതയ്ക്ക് താഴെ എത്രയോ ആഴക്കടലിൽ രഹസ്യങ്ങൾ നമ്മൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും. ഓരോ തിരമാലയും കരയെ തൊടാൻ വരുന്നത് വലിയൊരു പ്രതീക്ഷയോടെയാണ്. പക്ഷേ തൊട്ടു തീരുമ്പോഴേക്കും അത് തിരികെ കടലിലേക്ക് തന്നെ മറഞ്ഞു പോകും. നമ്മുടെ ചില ആഗ്രഹങ്ങളും അങ്ങനെയാണ് കേട്ടോ. കര തൊടുമെന്ന് ഉറച്ചു വിശ്വസിക്കുമ്പോഴേക്കും അവ ദൂരേക്ക് ഒലിച്ചു പോയിട്ടുണ്ടാകും. എല്ലാം കൈപ്പിടിയിൽ ഒതുങ്ങിയെന്ന് കരുതിയ നിമിഷത്തിലല്ലേ പലതും നമ്മളിൽ നിന്ന് അകന്നു പോയിട്ടുള്ളത്. ആ ഒഴിഞ്ഞ കൈകളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ശൂന്യതയുണ്ടല്ലോ, അത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാരമാണ്. ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു കപ്പൽ പോലെയാണ്. കുറച്ചു നേരം നമ്മുടെ തീരത്ത് നങ്കൂരം ഇട്ട് നിൽക്കും, വെളിച്ചവും ബഹളവും സന്തോഷവും തരും. പക്ഷെ നേരം പുലരുമ്പോഴേക്കും അവർ ദൂരേക്ക് യാത്രയായിട്ടുണ്ടാകും. അവശേഷിപ്പിച്ചു പോകുന്നത് തിരമാലകൾ മായ്ക്കാത്ത കുറെ കാൽപ്പാടുകൾ മാത്രമായിരിക്കും. ആ കാൽപ്പാടുകളിൽ നോക്കി നമ്മൾ എത്ര കാലം ഇങ്ങനെ കാത്തു നിൽക്കും? നമ്മൾ എന്തിനാണ് എന്നും മറ്റൊരാളുടെ തണല് തിരയുന്നത്? വെയിൽ കൂടുമ്പോ വാടിപ്പോകുന്ന ഒരു ചെടിയെ പോലെ നമ്മൾ തളർന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? നിന്റെ ഉള്ളിൽ ഒരു വലിയ സൂര്യനുണ്ടെന്ന് നീ എപ്പോഴാണ് തിരിച്ചറിയുക? നിനക്ക് നിന്റെ തണലാകാൻ കഴിയുന്ന അന്ന് നീ ഈ ലോകത്തിലെ ഏറ്റവും കരുത്തനായ മനുഷ്യനാകും. സ്നേഹിക്കപ്പെടുക എന്നതിനേക്കാൾ വലിയൊരു സമാധാനം നമ്മളെ ആരും നോവിക്കുന്നില്ല എന്ന തിരിച്ചറിവാണ്. ആ തിരിച്ചറിവിലേക്ക് നടന്നെത്താൻ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വരും. വഴിയിൽ മുറിവുകൾ ഉണ്ടാകാം, കാലിടറി വീഴാം. പക്ഷെ ഓരോ വീഴ്ചയും നിന്നെ പഠിപ്പിക്കുന്നത് എങ്ങനെ എഴുന്നേൽക്കണം എന്നാണ്. രാത്രിയുടെ ഈ അവസാന യാമത്തില് പുറത്തു പെയ്യുന്ന നിലാവിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അതെല്ലാവർക്കും വേണ്ടിയുള്ളതാണ് കേട്ടോ. രാജാവിനും ഭിക്ഷുവിനും ഒരുപോലെ കിട്ടുന്ന ആ വെളിച്ചം. പ്രകൃതിക്ക് ആരോടും വിവേചനമൊന്നുമില്ല കേട്ടോ. നമ്മളോടും. നമ്മൾ നമ്മളെ തന്നെ വെറുക്കുമ്പോഴും ഈ പ്രപഞ്ചം നമ്മളെ ചുംബിക്കുന്നുണ്ട്. വീശുന്ന കാറ്റിലൂടെയും വിരിയുന്ന പൂക്കളിലൂടെയും ഒക്കെ. നാളെക്കുറിച്ച് പേടിയുണ്ടാകാം, പക്ഷെ ഓർക്കുക, ഇരുട്ട് എത്ര കനത്തതായാലും ഒരു ചെറിയ മിന്നാമിനുങ്ങിന് പോലും അതിനെ കീറി മുറിക്കാൻ കഴിയും. നിന്റെ ഉള്ളിലെ ആ ചെറിയ വെളിച്ചത്തെ അണയാതെ സൂക്ഷിക്കുക. ലോകം മുഴുവൻ നിനക്കെതിരായാലും നിന്റെ മനസ്സ് നിന്നോട് പറയണം, സാരമില്ല കേട്ടോ, നമുക്ക് ഒന്നുകൂടി ശ്രമിക്കാം. ഇന്ന് ഈ രാത്രിയുടെ മടിത്തട്ടി കിടക്കുമ്പോ എല്ലാ സങ്കടങ്ങളും ആ കടലിന് വിട്ടുകൊടുക്കും.